പോലീസിനേക്കാളും ഇന്റലിജന്റ് ആയിട്ടാണ് കള്ളം പ്രവർത്തിക്കുന്നത്. 3 മണിക്കൂറിനുള്ളിൽ 9 കടകൾ പരിപൂർണമായിട്ട് കൃത്യമായിട്ട് മോഷണം നടത്തി. എന്നാൽ 7 പ്രാവശ്യത്തോളം പോലീസ് മാവൂർ അങ്ങാടി പ്രദേശത്തൂടെ വാഹനത്തിൽ പോകുന്നത് ഞങ്ങൾ സ്ഥാപിച്ച CCTV ക്യാമറയിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് മാവൂരിൽ നിരവധി മോഷണ ശ്രമങ്ങളും മോഷണങ്ങളും നടന്നിട്ടുണ്ട്. എന്താണ് ഇപ്പൊ അതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ മാവൂരിൽ എന്താണ് സംഭവിക്കുക? പോലീസിന്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് പ്രതികളെ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ ടൗണിൽ തന്നെ ഒരു വലിയൊരു CCTV വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ഇതൊക്കെ പിടിക്കുന്നത്. എന്തുകൊണ്ടാണ് കള്ളന്മാർ ഇവിടെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ള കാരണം? എന്റെ അഭിപ്രായത്തിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, പോലീസിനേക്കാളും ഇന്റലിജന്റ് ആയിട്ടാണ് കള്ളം പ്രവർത്തിക്കുന്നത്. കാരണം പോലീസ് എങ്ങോട്ട് നീങ്ങുന്നു എന്ന് ഒളിഞ്ഞിരുന്ന് നോക്കാൻ കഴിയും. പോലീസ് എപ്പോഴും പരസ്യമായിട്ടാണ് നിൽക്കുന്നത്. അത് കണ്ടിറങ്ങിക്കൊണ്ട് തന്നെയാണ് പോലീസിന്റെ നീക്കങ്ങളെ ശരിക്കും പഠിച്ചിട്ടാണ്. ഇന്നലെ നടന്ന മോഷണം 9 കടകളിലാണ് മാവൂർ അങ്ങാടിയിൽ ഒരു സീരിയൽ തന്നെ നടന്നത്. വലിയൊരു പരമ്പര നടത്തി. ഒരേ ഒരാളാണ് ഈ പണി ചെയ്തത്. കൃത്യമായി പോലീസിന്റെ ചലനങ്ങൾ നോക്കുകയാണ്. എല്ലാ വാഹനങ്ങളും അയാൾ നിരീക്ഷിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തിയത്. കള്ളന്മാരിൽ മിടുക്കന്മാരുണ്ട്, അതിമിടുക്കന്മാരുണ്ട്. ഇത് അതിമിടുക്കനായ ഒരാൾ ചെയ്തൊരു പണിയാണ്. കൃത്യമായി കാണാനും കഴിയുന്നുണ്ട്. 3 മണിക്കൂറിനുള്ളിൽ 9 കടകൾ പരിപൂർണമായിട്ട് കൃത്യമായിട്ട് മോഷണം നടത്തി. എന്നാൽ 7 പ്രാവശ്യത്തോളം പോലീസ് മാവൂർ അങ്ങാടി പ്രദേശത്തൂടെ വാഹനത്തിൽ പോകുന്നത് ഞങ്ങൾ സ്ഥാപിച്ച CCTV ക്യാമറയിൽ കാണുന്നുണ്ട്. രാത്രി 12 മണി വരെ 12 മണി 4 മിനിറ്റ് സമയം വരെ പോലീസ് പെട്രോളിംഗ് നടക്കുകയാണ്. അതുപോലും കഴിയാൻ വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്തത്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് സുപ്രധാന കാര്യം, ഈ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരുപാട് അങ്ങാടികളിൽ കൃത്യമായിട്ട് ഇപ്പോഴും മോഷണം നടക്കുന്നുണ്ട്. സെക്യൂരിറ്റി അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ചെയ്യേണ്ടവൻ ചെയ്തു പോകുന്നുണ്ട്. അത് പകലും ചെയ്യുന്നുണ്ട്, രാത്രിയും ചെയ്യുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റിയും പോലീസും ഒക്കെ ഉണ്ടായിട്ടും എങ്ങനെ നടത്തുന്നു എന്നുള്ളത് അതിനുള്ള വൈദഗ്ധ്യം, അവന്റെ കഴിവ്, കള്ളന്റെ കഴിവുകൾ തന്നെയാണ് അതിന് പറയുന്നത്. ഇത് വർദ്ധിക്കാനുണ്ടായ പ്രധാന കാരണം, കാലങ്ങൾക്ക് മുമ്പേ ഈ മാവൂർ പ്രദേശത്ത് കളവ് കൂടുതൽ നടക്കുന്നുണ്ട്, വിവിധ ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരെ പിടിക്കപ്പെടുന്നുണ്ട്. ഇത് 2 സുപ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, കള്ളന്മാരുടെ സംഗമ ഭൂമിയാണ് ജയിലെന്ന് പറഞ്ഞാൽ. പിടിച്ചുകൊണ്ട് എത്തിച്ച ആൾക്കാർ അവിടെ വെച്ചിട്ട് തീർച്ചയായിട്ടും വിവരങ്ങൾ കൈമാറുമ്പോൾ ഈ പോലീസുകാരോട് അല്ലെ കള്ളന്മാര് തമ്മിൽ കാര്യങ്ങൾ പറയുമ്പോൾ അവരവരെ ജാടക്ക് വേണ്ടിയിട്ട് കട്ടത് 1 രൂപയാണെങ്കിൽ 100 രൂപ എന്ന് പറഞ്ഞ് ചെന്നാൽ മാത്രമേ കള്ളൻ അവിടെ ജയിലിൽ നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അവൻ വലിയ കള്ളനാണ്, ചെറിയ കള്ളനൊന്നുമല്ല, കൃത്യമായി പഠിച്ചിട്ടാണ് ഞാൻ കയറി ചെയ്തത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ രീതിയിൽ മലയാളി കള്ളന്മാരും അല്ലാത്ത കള്ളന്മാരും ഒക്കെ ഇപ്പൊ ഈ പ്രദേശത്താണ് കളവ് നടത്തുക വെച്ചാൽ അയാൾ എവിടെ ഉണ്ടാവും? പുതിയറുണ്ടാവും. അപ്പൊ അവിടെ വെച്ച് കൈമാറുമ്പോൾ തെറ്റായ വിവരങ്ങൾ കിട്ടി മാവൂര് മുഴുവൻ കയറുന്ന കട മുഴുവൻ ഭയങ്കരമായ പൈസയാണെന്നുള്ള വരുത്തി തീർക്കുന്ന ഒരവസ്ഥ കള്ളന്മാരിൽ നിന്ന് വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ ഭാഗമാണല്ലോ ഇപ്പൊ ഈ പിടിച്ച ആള് തന്നെയാണല്ലോ പ്രണവ് പോലുള്ള പല തവണ വീണ്ടും പിടിക്കപ്പെടുന്നത്. പണ്ട് പിടിച്ചോൻ തന്നെയാണ്. അവരുടെ കള്ളന്മാർ തൊഴിലാക്കി കഴിഞ്ഞു. ഈ ജയിലിന്റെ അവകാശികളായി മാറുകയാണ് അവർ മറ്റൊരു തൊഴിലിലേക്ക് പോകുന്നില്ല. രാജ്യത്ത് മാന്ദ്യം അങ്ങേറ്റം കാട് കയറി വരുന്നുണ്ട്. മാന്യന്മാരാരും കക്കാൻ ഇറങ്ങുന്നില്ല. ആദ്യം പണയം വെക്കാനും പിന്നെ ലോൺ എടുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ കയറെടുക്കാനാണ് മാന്യന്മാർ നടക്കുള്ളൂ. എന്നാൽ ഇത് ചോട്ടയിലെ ശീലം ചുടല വരെ എന്ന രീതിയിലേക്ക് കള്ളന്മാർ അത് ശീലിച്ചു കഴിഞ്ഞു. അവനെ തൊഴിലാക്കി മാറ്റി കഴിഞ്ഞു. ആവതുള്ളിടത്തോളം കക്കുക എന്ന രീതിയിലേക്ക് കള്ളനായി തീർന്നു തന്നെയാണ്. നാട്ടുകാർ ശ്രദ്ധിക്കല്ലാതെ ഒരു മാർഗമില്ല. അപ്പോൾ നമ്മൾ പരമാവധി പോലീസിനെയൊക്കെ പറയുന്ന രീതിയുണ്ട്. അത് പണ്ട്. ഇനി വിവരമുള്ള കാലത്ത് നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ആവുന്നത്ര ക്യാമറകളും ആവുന്നത്ര സജ്ജീകരണങ്ങൾ ചെയ്ത് ആവുന്നത്ര ആള് നമ്മൾ തന്നെ ജാഗ്രത ആകുക. ഇപ്പോൾ ഇത്രയും 9 കട കയറിയിട്ട് ഏതാണ്ട് 20,000 രൂപ പോലും തികച്ചെടുക്കാൻ ഈ കള്ളന് കഴിഞ്ഞില്ല. അയാൾ കൂലിപ്പണിക്ക് പോവുകയാണ്, 2,000 റുപ്യ കിട്ടിയത്. പക്ഷെ ഇത് കിട്ടിയില്ല എന്ന് പറയാൻ കാരണം ശരിക്കും കള്ളനെ പഠിച്ച മാവൂരാണ്. നിസ്സാര പൈസ ഞങ്ങളിപ്പം വെക്കാറുള്ളൂ. ഞങ്ങൾ തുട്ടുകൾ, നാണയ തുട്ടുകൾ 200, 300, 500 ഒക്കെ രാവിലെ വന്ന് കട തുറക്കുമ്പോൾ ബൗസിക്കിട്ട 200, 300 റുപ്യ അവിടെ ഉണ്ടാവുള്ളൂ. കഴിച്ച് ബാക്കിയൊക്കെ ഞങ്ങൾ സേഫ് ആക്കിയിട്ടുണ്ട്. ഈ കഥ അറിയാത്തോടത്ത് മാത്രമാണ് ചെറിയൊരു പൈസ പോയത്. ബാക്കി എല്ലാവരും ക്ലീൻ ആയിട്ട് തന്നെ നിന്ന് സുരക്ഷിതരാണ്. ഒന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല ലോക്കുകളൊന്നും വലിയ രീതിയിൽ തകർക്കാൻ കഴിഞ്ഞില്ല. ഒരു ഡിസൈൻസിന്റെ ഒക്കെ മുകളിൽ ഏതാണ്ട് അയാൾ 1 മണിക്കൂറിലേറെ പണിയെടുത്തിട്ട് ഷട്ടറിന്റെ മൂല പോലും എടുക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ 25 മിനിറ്റോളം പുഞ്ചിരിയിൽ പണിയെടുത്തിട്ട് ഷട്ടറിന്റെ മൂല പൊട്ടിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ വലിയ രീതിയിൽ ഒന്നും തന്നെ ആർക്കും നേടാൻ കഴിയാത്ത രീതിയിലേക്ക് കള്ളനേക്കാളും മികച്ച ബുദ്ധിയുള്ള കച്ചവടക്കാരും ആയി കഴിഞ്ഞിട്ടുണ്ട് മാവൂര്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠം, എല്ലാ കച്ചവടക്കാരും ചെറിയവനും വലിയവനും ഒക്കെ കരുതേണ്ട ഒരു കാര്യം, നമ്മളെ പണം സൂക്ഷിക്കാനുള്ള ഇടമല്ല കച്ചവടവും കച്ചവടത്തിന്റെ വലിപ്പവും. അത് ആ ഒരു നിമിഷം വർക്കിംഗ് അവർ എവിടെ നിന്ന് തുടങ്ങുന്നോ എവിടെയാണോ നമ്മൾ കട അടക്കപ്പെടുന്നത് അതുവരെയുള്ള ധനവിനിമയം നടത്താനുള്ള ചെറിയ ഒരു സൗകര്യം മാത്രമാണ് അവനവന്റെ കടന്റെ വലിപ്പ് എന്ന കാര്യം ആദ്യം ചിന്തിക്കണം. അത് കൃത്യമായി കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ജ്വല്ലറി ഒക്കെ ചെയ്യും പോലെ വിപുലമായ രീതിയിൽ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ 10 രൂപ പോലും വെച്ചിട്ട് പോകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നാണയത്തൊട്ട് പോലും വെക്കരുത്. എടുത്ത് കംപ്ലീറ്റ് കൊണ്ടുപോകണം, വീട്ടിൽ പോകണം. അവനവൻ കിടന്നുറങ്ങുന്ന ഭാഗത്ത് അവനവന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കള്ളന്റെ തട്ടോ മുട്ടോ വന്നാൽ ഉണരാൻ സാധ്യതയുള്ള സ്ഥലത്ത് മാത്രം, തിരിച്ചറിയാൻ കഴിയുന്ന സ്ഥലത്ത് മാത്രം പണം നിക്ഷേപിക്കുക. സ്വർണം, പണം ഇത് രണ്ടും തന്നെയാണ് ഏറ്റവും പ്രധാനം. ബാക്കിയുള്ളതൊക്കെ തന്നെ പിടിക്കപ്പെടുന്നുണ്ട്, വിൽക്കാൻ കഴിയുന്നില്ല. പണ്ടത്തെ പോലെയുള്ള സാധനങ്ങൾ കട്ടുകൊണ്ടുപോകുന്ന കള്ളന്മാരില്ല. ഓരോ കടന്റെ മുമ്പിലും 1000 വസ്തുക്കളുണ്ട്. ഇത് സെയിലാക്കാൻ കഴിയാത്ത അവർ തിരയുന്നത് മുഴുവൻ നാണയത്തൊട്ട് പോലെ എടുത്തു പോകും. അതെ, ഞാൻ പറഞ്ഞ ഇവിടെ വരുന്ന കള്ളന്മാരെ പിടിക്കുന്നുണ്ടല്ലോ. പിന്നെ പോലീസിനെ ഞങ്ങൾ കൃത്യമായിട്ട് ആ കാര്യത്തിൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം പ്രധാനപ്പെട്ട 3 കളവ് ഒരാഴ്ചക്കകം പിടിച്ചിട്ട് പോലീസ് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിന്റെ സ്ക്വാഡ്, അതിന്റെ മെഡിക്കൽ കോളേജിലുള്ള ക്രൈം സ്ക്വാഡ്, വിരലടയാള വിഭാഗം, ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള ഒരു ടീമാണ് ഇവര്. ഒരു പ്രദേശത്തെ പോലീസിന് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ സ്ക്വാഡ് അവർ ശക്തമായി പണിയെടുക്കുന്നുണ്ട്. അത് ഏത് ഭാഗത്തുള്ള ACP ആണ് അയാളെ കീഴിലായിരിക്കും ഈ ടീം ഒന്നായിട്ടുണ്ടാവുക. അതുകൊണ്ട് അത് വിജയിപ്പിച്ച് പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ CI ഉമേഷ് സാർ അടക്കമുള്ള ആൾക്കാർ കൃത്യമായി ACP ഉമേഷ് സാർ അടക്കമുള്ള ആൾക്കാർ കൃത്യമായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നടത്തിയിട്ടുണ്ട്, പണി നടക്കുന്നുണ്ട്. അതല്ല, ഇവിടെ തൊട്ടടുത്ത ഏറ്റവും മുഖ്യ തോന്നുന്ന മാവൂരെ സംബന്ധിച്ചോളം ക്രൈസിസിലൂടെ കച്ചവടമൊക്കെ ഭയങ്കര എന്താ പറയാ, ക്രൈസിസ് വലിയ മാന്ദ്യത്തിലൂടെ പോകും. മറ്റുള്ള തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഭയങ്കര കച്ചവടത്തിലാണ്. എന്നിട്ട് അവിടെ ഒന്നും ഇല്ലാത്തൊരു കളവ് കൂടുതലായി കാണുന്ന മാവൂരാണ്. അതാണ് അവിടെ ഒരു കാര്യമുണ്ട്. കച്ചവടങ്ങൾ നടന്നോ ചില ഏരിയയിൽ എന്ന് നമ്മളെ മിഥ്യാധാരണയാണ്. കൂട്ടുന്നതിന്റെ അളവ് മാവൂര് കുറവാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ സമീപ പ്രദേശത്തൊക്കെ 10, 15, 20, 30, 40 വലിയ വലിയ അങ്ങാടിയിൽ പൂട്ടിപ്പോയ സമയത്ത് മാവൂര് 9 കടകളെ പൂട്ടിയിട്ടുള്ളൂ. രണ്ടാമത്തത് ഈ ഒരു ക്രൈസ് എന്ന സാധനം തന്നെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതെല്ലാ കാലത്തും വ്യാപാര മാന്ദ്യം നടക്കുന്നുണ്ട് എങ്കിൽ അത് ഈ വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറും പോലെയാണ്. അത് കള്ളന്റെ വീട്ടിലും കയറും, ധനികന്റെ വീട്ടിലും കയറും ആ മാന്ദ്യം. അപ്പൊ അതുകൊണ്ട് കള്ളന് കൂടുതൽ ശല്യം ചെയ്യുമ്പോൾ അവൻ കക്കാൻ ഇറങ്ങും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാന്യന്മാര് കക്കാൻ ഇറങ്ങൂല. അപ്പൊ നാട്ടിൽ മാന്ദ്യം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കച്ചവടക്കാരനും സ്വത്തുള്ളവനും, അത് കച്ചവടക്കാരെന്നല്ല, സ്വത്തുള്ളവനൊക്കെ കരുതിക്കൊള്ളണം. അപാഠം. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.